ഇനി വെള്ളമുയർന്നാലും ഭയം വേണ്ട. കുട്ടനാട്ടിലും ഒരുങ്ങുന്നു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വീട്. പ്രളയം വന്നാൽ കര തേടി പോകാതെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വീട്ടിൽ സുരക്ഷിതമായി കഴിയാനാകും എന്നതാണ് ഈ വീടിന്റെ പ്രത്യേകത. കുട്ടനാട്ടിലെ ആദ്യ ഫ്ലോട്ടിംഗ് വീടാണ് മാങ്കൊമ്പിൽ അണിഞ്ഞൊരുങ്ങുന്നത്. പുളിങ്കുന്ന് പഞ്ചായത്തിലെ ആദ്യകാല പ്രസിഡന്റ് മങ്കൊമ്പ് ചെറിയ മഠത്തിൽ വരുണിനു വേണ്ടിയാണ് കുട്ടനാട്ടിലെ ആദ്യ ഫ്ലോട്ടിംഗ് വീട് നിർമ്മിക്കുന്നത്. പ്രളയം വന്നാൽ കര തേടി പോകാതെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വീട്ടിൽ സുരക്ഷിതരായി കഴിയാനാകുമെന്നതാണ് ഈ വീടിന്റെ പ്രത്യേകത. വീടിന്റെ അടിത്തറ ഫെറോ സിമെന്റ് കൊണ്ടുള്ള ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിലും മുറികളുടെ ഭിത്തി EPS പാനലിലുമാണ് നിർമ്മിക്കുന്നത്. ഉള്ളിൽ വായു അറയുള്ള കോൺക്രീറ്റ് അടിത്തറയാണ് മുഖ്യ ഘടകം. ഓരോ അറയും 1.4 മീറ്റർ നീളവും 1.2 മീറ്റർ ഉയരവും 1 മീറ്റർ വീതിയുമുള്ള 12 കള്ളികളായി തിരിച്ചിട്ടുണ്ട്. ആകെ 72 കള്ളികൾ. ഇത് പൂർണ്ണമായും വെള്ളത്തെ പ്രതിരോധിക്കുന്നവയാണ്. സിമെന്റും മണ്ണും മാത്രമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണത്. അത് യൂസ് ചെയ്തിട്ടാണ് ഇത് ഫെറോ സിമെന്റ് പ്ലാറ്റ്ഫോം എന്ന് പറയും ഇതിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. കമ്പാർട്ട്മെൻറ്റാണ് ഇത്. ഒരു 1.5 മീറ്റർ ബൈ 1 മീറ്ററിൻ്റെ കമ്പാർട്ട്മെൻറ്റാണ് നമ്മൾ ഇതിൽ ചെയ്യണത്. ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഏറെടുത്ത് പൊങ്ങാനായിട്ട് ഒരു 75 സെൻറ്റിമീറ്റർ വെള്ളം നമുക്ക് ഫസ്റ്റ് വേണം. അതിൻ്റെ വെയിറ്റും എല്ലാം കൂടി വരുമ്പോഴത്തേക്ക് ഈ ഏറെടുത്ത് പൊങ്ങിയതിന് ശേഷം 45-40 സെൻറ്റിമീറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. വലിച്ചും കൊണ്ടുപോകാം. ബോട്ടിന് ഡക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇത് തന്നെയാണ് നമ്മൾ ബാണാസുര സാഗർ ഡാമിലൊക്കെ സോളാർ സിസ്റ്റത്തിൽ ചെയ്തേക്കണത്. അത് ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് കോൺട്രാക്റ്റും കമ്പനി എന്ന് പറഞ്ഞാൽ ട്രാൻസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ്. അതിൻ്റെ മെയിൻ ആൾ MR നാരായണ പൂവാറൽ റിസോർട്ടിൻ്റെ ഓണറാണ്. പുള്ളിയാണ് ഈ ടെക്നോളജി ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആദ്യമായിട്ടാണ് ഇപ്പം നമ്മൾ ഇത് കരയിൽ ചെയ്യണത്. ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ഇത് ചെയ്യണത്. മഴയിൽ വെള്ളം പൊങ്ങിയാൽ അതനുസരിച്ച് വീടിന്റെ അടിത്തറ മുകളിലേക്ക് വരും. വെള്ളം താഴുമ്പോൾ തിരിച്ച് അതേ സ്ഥാനത്തിരിക്കും. കുട്ടനാടിന് അനുയോജ്യമായ രീതിയെന്നാണ് നിർമ്മാണ കമ്പനി പറയുന്നത്. പണി പൂർത്തിയാക്കി നൽകാൻ ചതുരശ്ര അടിക്ക് 8000 രൂപയാണ് ചിലവ്. നിർമ്മാണത്തിന് 25 വർഷ വാറന്റിയും കമ്പനി നൽകുന്നുണ്ട്. 1000 ചതുരശ്ര അടിയുള്ള വീടാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. ശൗചാലയത്തോട് കൂടിയ 2 കിടപ്പുമുറി, ഹാൾ, അടുക്കള, വർക്ക് ഏരിയ എന്നീ സൗകര്യങ്ങളുമുണ്ട്. തിരുവനന്തപുരത്തെ ട്രാൻസ് ബിൽഡ് എന്ന സ്വകാര്യ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതിനുമേലെ വീടെന്ന് ഇനി കുട്ടനാട്ടുകാർ മാറ്റി പറഞ്ഞു തുടങ്ങും. കുട്ടനാട്ടിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്.